സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, നിങ്ങൾ ആവശ്യമായ സംഭാവന നൽകണം, ഞങ്ങൾക്ക് പരസ്യങ്ങൾ നൽകണം, പരാതികൾ അറിയിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കണം, മെമ്പർഷിപ്പ് എടുക്കണം. അങ്ങനെ ഒരുപിടി കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാ ചാനലുകളും ഒരേ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കാണുന്നതുകൊണ്ടാണ് ഇത് എല്ലാത്തിലും പറയാത്തത്, എന്നാലും സൂചിപ്പിച്ച് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആക്ഷേപത്തിൽപ്പെട്ടു, വലിയ പ്രതിസന്ധിയിലേക്ക് പോയി, കോൺഗ്രസ് പ്രതിസന്ധിയിലേക്ക് പോയി. MLA എന്നുള്ള നിലയിൽ അദ്ദേഹം വലിയ ബുദ്ധിമുട്ടിലായി. അദ്ദേഹത്തെ ജയിപ്പിച്ച പാലക്കാട്ടെ ജനങ്ങളും ബുദ്ധിമുട്ടിലായി. അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസം വലിയ പ്രതിസന്ധിയായിരുന്നു രാഷ്ട്രീയ രംഗത്ത്, മറ്റു മേഖലയിലല്ല. ആ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ വന്നൊരു ചോദ്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ, വന്നാൽ എന്ത് ചെയ്യും, എവിടെ ഇരിക്കും? ഇതിനെല്ലാം ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു. ഇന്ന് രാവിലെ 9:15 രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ കേരള നിയമസഭയിലെത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ VD സതീശൻ കത്ത് കൊടുത്തിരുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ ആളല്ല, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാറ്റി എന്നുള്ള കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഷംസീർ സ്പീക്കർ പ്രത്യേകം പറഞ്ഞ് പ്രത്യേക ബ്ലോക്കാക്കി ഇരുത്തും, പ്രതിപക്ഷത്തിൻ്റെ പുറകിലായിട്ട് പ്രത്യേക ബ്ലോക്കാക്കി അദ്ദേഹത്തെ ഇരുത്തും. പിന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇനി അവസരം കിട്ടുക വളരെ അപൂർവമായിരിക്കും. കാര്യം ഒരു സ്വതന്ത്രനെ സംബന്ധിച്ചിടത്തോളം വലിയ സമയം കിട്ടുക 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ സമയം കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അതുകൊണ്ട് അസംബ്ലിയിൽ ആഞ്ഞടിക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സിംഹക്കുട്ടിയെപ്പോലെ, പുലിക്കുട്ടിയെപ്പോലെ ആഞ്ഞടിച്ച് ചാനൽ ചർച്ചയിലുമൊക്കെ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച് CPM-നെയും BJP-യൊക്കെ മലർത്തി അടിക്കുന്ന ഒരു ഗുസ്തിക്കാരൻ്റെയോ ജിംനാസ്റ്റിക്കിൻ്റെയോ ഒക്കെ വലിയ ഒരു വേട്ടപ്പുലിയെ പോലെ വലിയ രീതിയിൽ നിന്ന ആളാണ്. പക്ഷേ എന്ത് ചെയ്യാം, അസംബ്ലിയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം പോലും കിട്ടാത്ത രീതിയിലേക്ക് ചുരുങ്ങിപ്പോയി. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണിതൊക്കെ. എന്തായാലും വളരെ ഗുരുതരമാണ് പ്രശ്നങ്ങൾ, വളരെ പ്രശ്നങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. അദ്ദേഹം അസംബ്ലിയിൽ വന്നിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കിട്ടുമോ? പിന്നെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിഷയം വരുമ്പോൾ അവരെടുത്തിട്ട് തോണ്ടി അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊട്ടുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനെ കൊട്ടുമ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്ത് മുകേഷ് ഇരിപ്പുണ്ട്. അങ്ങനെ മുകേഷിനെതിരെ ഇടതുപക്ഷവും UDF-നും കൊട്ടാൻ അവസരമുണ്ട്. അതുകൊണ്ട് എന്തായാലും അസംബ്ലിയിൽ ഒരു മച്ചാ സെറ്റായി പോകാനാണ് സാധ്യതയുള്ളത്. പിന്നെ PK ഫിറോസിൻ്റെ ചില പ്രശ്നങ്ങൾ അസംബ്ലിയിൽ കറങ്ങുന്നുണ്ട്. അത് പിന്നെ KT ജലീൽ അത് വളരെ ആവേശപ്പെട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിശ്വാസി സംഗമം 20-ാം തീയതിയാണ് വിശ്വാസി സംഗമം വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതിസന്ധികൾ വരുന്ന ദിവസങ്ങളിൽ അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ബില്ലുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരിക്കും സഭയിൽ ഉണ്ടാവുക. ആ സഭയിൽ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനുണ്ടാകുന്നൊരു നഷ്ടം, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളൊരു വലിയ യുവ നേതാവിനെ, എന്തിനും പോകുന്ന ഒരു നേതാവിനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വേദനാജനകമായിരിക്കും കോൺഗ്രസിനെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായും ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണിത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് എല്ലായി ഷൈൻ ചെയ്യാൻ പറ്റുന്ന, നന്നായി മിടുക്കനായി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നാവാൻ, ശബ്ദമാകാൻ കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ്റെ അവസരമാണ് ഇല്ലാതാകുന്നത്. എന്തായാലും അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു, അവസാനം ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. അദ്ദേഹം അസംബ്ലിയിൽ നിയമസഭയിലെ ബാക്കിലെ പ്രത്യേകം ബ്ലോക്കായി സ്പീക്കർ AM ഷംസീർ അനുവദിച്ച പ്രത്യേക സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കുകയാണ്.